10ാം ക്ലാസ് മാത്സിലെ അരിത്മെറ്റിക് സീക്വൻസ് ചാപ്റ്റർ നമ്പർ 1-ലെ പേജ് നമ്പർ ഇത് 21 പേജ് നമ്പർ 21. പേജ് നമ്പർ 21-ലെ കുറച്ച് ക്വസ്റ്റ്യൻ പച്ചയാണുള്ളത്. പേജ് നമ്പർ 21-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് 1 2 3 4 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനു മുന്നേ പേജ് നമ്പർ 13 15 18 ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പം ആ വീഡിയോ ഒക്കെ കാണാം. അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്, എങ്ങനെയാണ്, അതിൽ രണ്ട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോ സ്റ്റാർട്ട്. The third term of an arithmetic sequence is 15 and eighth term is 35. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15ഉം എട്ടാം പദം 35ഉമായാൽ വാട്ട് ഈസ് 30th ടേം? എന്താണ് 13ാം പദം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ടേം അതായത് x3 ഈക്വൽ ടു 15 ആൻഡ് എയ്ത്ത് ടേം x8 ഈക്വൽ ടു 35. എന്താണ് 13ാം പദം എന്നുള്ളത്? വാട്ട് ഈസ് ഇറ്റ്സ് 30th ടേം? ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? നമുക്കറിയാം ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ, ടി ഡി ബൈ പി ഡി. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പദങ്ങളുടെ സ്ഥാനം തമ്മിലുള്ള വ്യത്യാസം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സോ അങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണാം. അപ്പം കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു എന്തായിരിക്കും? പദങ്ങൾ തമ്മിൽ ടേം ഡിഫറൻസ് 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3. അതായത് 35 മൈനസ് 15 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 20 ഡിവൈഡ് ബൈ 5. 20 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് 4 കിട്ടും. ദെൻ നമ്മൾ ഫസ്റ്റ് ടേം കാണണം. കോമൺ ഡിഫറൻസ് 4 കിട്ടി. പിന്നെ എന്തൊക്കെ അറിയാം? ഇപ്പം തേർഡ് ടേം 15, പിന്നെ എയ്ത്ത് ടേം 35. ഇത്രയും അറിയാം. നമുക്കിനി ഫസ്റ്റ് ടേം കിട്ടണം അല്ലേ, സോറി 30th ടേം കിട്ടണം, 13ാം പദം കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? നമ്മളിപ്പം ഈ പറയുന്ന ഇതിൽ സപ്പോസ് 13 നിന്ന് 8 ഏറ്റവും അടുത്തുള്ളത് എട്ടാമത്തെ പദമാണ്. നമ്മൾ എട്ടാം പദമാണ്, എയ്ത്ത് ടേമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 8ൽ നിന്ന് എത്ര മുന്നോട്ട് പോയാലാണ് 13? 8ൽ നിന്ന് 9, 10, 11, 12, 13. 1 2 3 4 5. 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴല്ലേ 13ാമത്തെ പദം കിട്ടുക. സോ നമ്മൾ പുതിയ ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. എന്താണ്? x13 ഈക്വൽ ടു x8 പ്ലസ് 5 ഇൻറ്റു ടി. എട്ടാമത്തെ പദത്തിൽ നിന്ന് 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോൾ 5 പ്രാവശ്യം പൊതുവ്യത്യാസം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 13ാം പദം കിട്ടും. Therefore x13 ഈക്വൽ ടു 13ാം പദം ഈക്വൽ ടു x8, എട്ടാം പദം 35 പ്ലസ് 5 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് 4. സോ 35 പ്ലസ് 20 ഈക്വൽ ടു 55. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. 55 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് 23rd ടേം? അതായത് x23 എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 23 എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 13ാം പദം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 13ാമത്തെ പദത്തിൽ നിന്ന് എത്ര മുന്നോട്ട് പോയാലാണ് 23ാമത്തെ പദം കിട്ടുക, 23ാമത്തെ ടേം കിട്ടുക?
എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. അതായത് 1 2 3 അങ്ങനെ പോയി എത്ര പ്രാവശ്യം +10 പ്രാവശ്യം കോമൺ ഡിഫറൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക 23ാമത്തെ പദം കിട്ടുക. സോ x23 ഈക്വൽ ടു x30 + 10 × d, x13 ഈക്വൽ ടു 55 + 10 × d4. സോ 55 + 40 ഈക്വൽ ടു 95. x23 എന്ന് പറയുന്നത് 95 ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റത്തത് 55, രണ്ടാമത്തത് 95. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. The fifth term of an arithmetic sequence is 21. Ninth term is 41. What is its first term? And second question is what is its third term? Fifth term, x5 is equal to 21. x9 is equal to 41. d is equal to term difference divided by position difference. It is equal to term difference 41 minus 21 divided by position difference 9 minus 5 equal to എന്ത് വരും 41 minus 21 20 divided by 4 equal to 5. കോമൺ ഡിഫറൻസ് കിട്ടി 5 ആണ്. then വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം എന്നാണ് ചോദിക്കുന്നത്. അപ്പം അഞ്ചാമത്തെ ടേം നമുക്കറിയാം. ഇതിൽ നിന്ന് ഒന്നാമത്തെ ടേമിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 നിന്ന് 5ലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ 1 നിന്ന് 5ലേക്ക് എത്താൻ +4d 4 പ്രാവശ്യം ആഡ് ചെയ്യണം അല്ലേ? 1 2 3 4 4 പ്രാവശ്യം ആഡ് ചെയ്യണം. അപ്പം നമ്മൾ എന്താവും പുതിയ ഒരു ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വരും. അതായത് x5 ഈക്വൽ ടു 1 ആണ്, 1 എടുക്കുക. x1 ഈക്വൽ ടു എന്താണ്? x5 മൈനസ് 4d. ഒന്നുകിൽ അങ്ങനെ എഴുതാം, അതല്ല എന്നുണ്ടെങ്കിൽ x5 ഈക്വൽ ടു x1 + 4d. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? x1 കിട്ടും. സോ x1 കിട്ടാൻ ഞാനിവിടെ ചൂസ് ചെയ്യുന്ന ഈ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. സോ x1 ഈക്വൽ ടു x5 മൈനസ് 4 × d. x5 നമുക്ക് കിട്ടിയിരിക്കുന്ന 21 മൈനസ് 4 × കോമൺ ഡിഫറൻസ് 5. സോ 21 മൈനസ് 20 ഈക്വൽ ടു 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 1. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് തേർഡ് ടേം? അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ടേം കാണാൻ ഫസ്റ്റ് ടേം x1 അറിയാം, x3യിലേക്ക് +2d 2 പ്രാവശ്യം ആഡ് ചെയ്യേണ്ടി വരും. സോ x3 ഈക്വൽ ടു x1 + 2d. സോ x1 എത്രയാ? 1 + 2 × d 5 which is equal to 1 + 10 is equal to 11. ഓക്കെ, അപ്പം 1ഉം 11ഉം ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ third question. The fourth term of an arithmetic sequence is 61. Seventh term is 31. What is its 10th term and what is its first term? So first question answer. ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 61. x4 is equal to 61. ഏഴാം പദം 7 equal to 31. So common difference പൊതുവ്യത്യാസം എന്തായിരിക്കും? Term difference divided by position difference, which is equal to term difference 61 minus 31 divided by position difference 7 minus 4, which is equal to 30 divided by 3, which is equal to 10. Okay, common difference കിട്ടി 10. സോ വാട്ട് ഈസ് ഇറ്റ്സ് 10th ടേം എന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ പുതിയ ഇക്വേഷൻ ഉണ്ടാക്കുക. എന്ന് 10ലേക്ക് ഞാൻ 8 അടുത്തുള്ളത് 7 ആണ്. അപ്പം എന്ന് 10ലേക്ക് എത്ര ദൂരം? 3 അല്ലേ? അപ്പോൾ +3 ആണ് ചെയ്യേണ്ടത്. അതായത് x10 ഈക്വൽ ടു x7 + 3 × d. ഇതാണ് നമ്മളെ പുതിയ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിൽ വാല്യൂസ് ഒക്കെ ചെയ്യാം. സോ x7 ഈക്വൽ ടു 31 + 3 × d എത്ര?
10 ആണ് കിട്ടിയത്. സോ 31 പ്ലസ് 3 ഇൻറ്റു ഡി 30 61. 10th ടേം 61. 10th ടേം x4 അറിയാം. x4 61 ആണെന്നറിയാം. 61 ആണെന്നറിയാം. x1 നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം x1, x2, x3, x4. 4th ടേം 61 ആണ് എന്നുണ്ടെങ്കിൽ 61 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര? 61 x4 ഈക്വൽ ടു x1ൽ നിന്ന് പ്ലസ് 1 2 3 പ്ലസ് 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. സോ x4 നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 61 ആണ്. x1 അറിയില്ല, അത് അതേപോലെ ഇതാ പ്ലസ് 3 ഇൻറ്റു ഡി എത്രയാ? ഡി 10 ആണ് കിട്ടിയത്. സോ 10. അപ്പം x1 പ്ലസ് 30. അപ്പം x1 ഈക്വൽ ടു 61 മൈനസ് 30. അതായത് x1 ഈക്വൽ ടു എന്താണ്? 61 മൈനസ് 30 എന്ന് പറയുന്നത് എത്രയാ? 50 60 31 ആണ് വരിക അല്ലേ? 31 ആണ് വരിക. ഓക്കെ, അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 10ഉം 10-ാം പദം 5ഉം ആയാൽ 15-ാം പദം എത്ര? 25-ാം പദം എത്ര? സിമ്പിളായിട്ട് ചെയ്യാം. ഈ ഒരു പേജ് തന്നെ കൊള്ളുന്ന രീതിയിൽ കഴിയുന്നതും എഴുതാം. 5-ാം പദം 5th ടേം 10, 10th ടേം 5. വാട്ട് ഇറ്റ്സ് 50th ടേം അറിയില്ല. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എക്സ് 10 അല്ല, സോറി, പൊതുവ്യത്യാസം 5 മൈനസ് 10. 10-ാം പദത്തിൽ നിന്ന് 5 മൈനസ് 10, 10 മൈനസ് 5 ഈക്വൽ ടു മൈനസ് 5 ബൈ 5 ഈക്വൽ ടു -1 ആണ് പൊതുവ്യത്യാസം. -1 ആണ് കോമൺ ഡിഫറൻസ് കിട്ടുക. ഇനി എന്താണ് 50th ടേം? 50th ടേം ആണ് x15 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ 10ൽ നിന്ന് 15ലേക്ക് എത്ര ദൂരമുണ്ട്? 5d പ്ലസ് 5d ചെയ്യേണ്ടി വരും. സോ പുതിയ ഇക്വേഷൻ അപ്പോൾ എന്ത് കിട്ടും? 15-ാം പദം കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ x15 ഈക്വൽ ടു x10 പ്ലസ് 5 ഇൻറ്റു ഡി. സോ എന്താണ് x10 പ്ലസ് 5 ഇൻറ്റു ഡി? x10 നമുക്കറിയാം 5 ആണ്, പ്ലസ് 5 ഇൻറ്റു ഡി അറിയാം -1 ആണ്. സോ 5 മൈനസ് 5 ഈക്വൽ ടു 0 ആണ് 15-ാം പദം കിട്ടുക. അപ്പോൾ എന്തായാലും 25th ടേം എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ 15-ാം പദത്തിൽ നിന്ന് 25-ാം പദത്തിലേക്ക് എത്ര ആഡ് ചെയ്യണം? 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പം x25 ഈക്വൽ ടു x15 പ്ലസ് 10 ഇൻറ്റു ഡി. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ അതിൻ്റെ സ്ഥാനത്ത് അങ്ങോട്ട് ഇടുമ്പോൾ x15 കിട്ടി. 0 പ്ലസ് 10 ഇൻറ്റു ഡി കോമൺ ഡിഫറൻസ് -1. സോ വാല്യൂ എത്ര? -10 ആണ് 25-ാം പദം. 0ഉം -10ഉം. ഓക്കെ, അപ്പം പേജ് നമ്പർ 21-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 22-ൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ ടൈപ്പ് 3 ആയിട്ട് കൺസിഡർ ചെയ്യാൻ. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. സോ അത് കാണുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. എന്താണ്? 19, 28, 37 is an arithmetic sequence, then 1000 a term of this sequence. 1000 ഈ ഒരു സീക്വൻസിലെ, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? 19, 28, 37 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയിൽ 1000 ഒരു പദമാണോ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ് ഇറ്റ് ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, അഥവാ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യാം? ഇത് അതേപോലെ എഴുതാം. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാനുള്ളതാണ്. എന്നാലും ജസ്റ്റ് എഴുതാം. 1000 അങ്ങോട്ട് എന്താണ് ഇതിൽ പദമാണോ എന്ന് ചോദിച്ചാലും എന്താ ജസ്റ്റ് 1000 ഇതിൽ പദമാണ് എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കുക.
ഏറ്റവും ലാസ്റ്റത്തെ പദമായിട്ട് കൺസിഡർ. ഈ ക്വസ്റ്റ്യൻ പല രീതിക്ക് ചെയ്യാം. ഫസ്റ്റ് രീതി, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യം കോമൺ ഡിഫറൻസ് കാണാം. 28 മൈനസ് 19 ഈക്വൽ ടു എത്ര വരും? 9 വരും. ഓക്കെ, ഇത് 9 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതിലുള്ള ഓരോ ടേമും, ആദ്യത്തെ ടേം x1 എത്ര? 19 ഡിവൈഡ് ബൈ നമ്മുടെ ഈ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് നോക്കും. അതായത് 19 ഡിവൈഡഡ് ബൈ 9 നേരെ 9 10. ഓക്കെ, 10 വരും. പിന്നെയും ഒരു 9 1 ഇവിടെ വരുന്ന റിമൈൻഡർ. ഇനി എന്താക്കുക? സെക്കൻഡ് ടേമും ഇതേപോലെ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതായത് 28 ഡിവൈഡ് ബൈ 9. അപ്പം 9 27. അപ്പോൾ എന്താണ്? ഇവിടെയും എന്താണ്? സിസ്റ്റം, അതായത് റിമൈൻഡർ എന്താണ്? 1 ആണ്. ഇനി മൂന്നാമത്തെ ടേമും ചെയ്ത് നോക്കാം. 37 ഡിവൈഡ് ബൈ 9. അപ്പം 4 9s are 30, 36. സോ എന്താണ്? സിസ്റ്റം, അതായത് റിമൈൻഡർ 1 വന്നു. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസുമായിട്ട് എല്ലാ ടേമും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കണ്ടോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എന്താണ്? ഈ 1000 എന്താണ്? ടേം ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്ത് ചെയ്യാ? ഈ 1000 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. 1 കിട്ടുന്നുണ്ട്, റിമൈൻഡർ 1 കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? 1000 ഇതിലെ പദമാണ്. അല്ല എന്നുണ്ടെങ്കിൽ അല്ല. സോ 1 9s are 9, 1 0 1 9s are 9, 1 0 1 9s are 9, റിമൈൻഡർ 1 വരുന്നു. സോ എന്താണ്? ഇൻ ദിസ് സീക്വൻസ് 1000 is a ടേം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 19 28 37, 19 28 37 എക്സെട്ര 1000 ഇതിലെ ടൈം ആണോ എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമൺ ഡിഫറൻസ് എന്താണ്? കാണാം. 28 മൈനസ് 90 ഈക്വൽ ടു 9. കോമൺ ഡിഫറൻസ് അറിയാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1000 ആണല്ലോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ 1000ഉം ഫസ്റ്റ് ടേമും ഈ 1000ഉം ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 1000ഉം ഫസ്റ്റ് ടേമും 1000 മൈനസ് 19 എത്രയായിരിക്കും? 1000 മൈനസ് 19 എന്ന് പറയുമ്പോൾ 901 വന്നു 81 ആയിരിക്കും അല്ലേ? 981 തന്നെയല്ലേ? ആണ്. സോ 981 ആണ് വരിക. ഈ 981 കോമൺ ഡിഫറൻസുമായിട്ട് ഇനി ഒന്ന് എന്ത് ചെയ്ത് നോക്കുക? ഡിവൈഡ് ചെയ്ത് നോക്കുക. കോമൺ ഡിഫറൻസുമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടണം? അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ 1000 ഇതിലെ എലമെന്റ് ആണ് അല്ലെങ്കിൽ ടേം ആണ്. അല്ല എന്നുണ്ടെങ്കിൽ അല്ല. അതുപോലെ സിസ്റ്റം, അതായത് റിമൈൻഡർ സിസ്റ്റം 0 വരണം. ഓക്കെ, ഇത് വേറെ മെത്തേഡാണ്. അപ്പോൾ 0 വരുന്നുണ്ടോ നോക്കാം. 0 ഇവിടെ 0 വന്നു. ഇവിടെ 8 ഇടുമ്പോൾ ഇവിടെ 0 വരും. ഇവിടെ 1 ഇടുമ്പോൾ 9 9s are 81. അപ്പം എന്താ? കോമൺ ഡിഫറൻസ് 0 വന്നു. therefore എന്താണ്? 1000 ഈസ് ടേം. ഓക്കെ, അങ്ങനെ രണ്ട് രീതിക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ട് രീതിയും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ടൈപ്പ്. ഓക്കെ, അപ്പം ബൈ. അതിനു മുന്നേ ടെക്സ്റ്റിൽ പേജ് നമ്പർ എത്രയാണ്?
22 ആണെന്ന് തോന്നുന്നു. അതിലുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.